പ്രായം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതോടൊപ്പം വരുന്ന രോഗങ്ങളും. പ്രായമായവരിൽ ആരോഗ്യ പരിപാലനം എന്ന വിഷയവുമായി ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സുഹാൻ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. വെൽക്കം സർ. പ്രായമായി എന്ന് പറയുന്നത് എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ് മെയിനായിട്ട് പ്രായമായി എന്ന് നമ്മൾ പറയുക? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏജിന്റെ ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. സോ വാട്ട് ഇസ് ഏജിങ്? നമ്മുടെ ലോകാരോഗ്യ സംഘടന അതിനൊരു ഡെഫിനിഷൻ വെച്ചിട്ടുണ്ട്. അതായത് ക്രോണോളജിക്കൽ ഏജ് എന്താണെന്ന്. അതായത് നമ്മുടെ ബോഡിയിലുള്ള പല തന്മാത്രകളും അതിന്റെ കോശങ്ങളിലും അതിന് ഡാമേജ് വരുന്ന കേടുപാടുകൾ വരുന്നതിനാണ് ക്രോണോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത്. കുട്ടികളിലാണെങ്കിൽ അത് ഏജിങ് ഇസ് ഫങ്ഷണൽ എബിലിറ്റി വരുന്നതിനാണ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവാം എന്നതിലാണ് നമ്മള് ഈ ഏജിങ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈഫ് എക്സ്പെക്ടൻസി, അതാണ് നമ്മുടെ അടുത്തതായിട്ട് നമ്മളെല്ലാവരും ചോദിച്ചു വരുന്നൊരു കാര്യം. ലൈഫ് എക്സ്പെക്ടൻസി ഇൻ കേരള കുറച്ച് ഹൈ ആണ്. അതായത് ഇറ്റ് ഇസ് അറൌണ്ട് 75 to 78. കഴിഞ്ഞ കൊല്ലത്തെ പഠനങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളയിൽ ഒരു വെരി ഹൈ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. അതിൽ തന്നെ കേരളത്തിൽ സ്ത്രീകളിലാണ് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി കാണുന്നത്. ഏത് ഏജ് ഗ്രൂപ്പ് ആണെന്ന് ഉള്ള കൃത്യം ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ജീരിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അബവ് 65 ഇയേഴ്സ് ആണ്. അപ്പം ഈ 65 വയസ്സിന് മുകളിലുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഏത് രോഗങ്ങൾ വന്നാലും അതിന് ജീരിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അവർക്ക് വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ പ്രായമായതിൽ കൊണ്ടുവരാം. അതാണ് നമ്മൾ ആദ്യം നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. അപ്പം അത് നമ്മൾ 65 ഇയേഴ്സ് എത്തുന്ന വരെ നമ്മൾ ആരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളത് വെയിറ്റ് ചെയ്യാതെ ഏർലി ഡിറ്റക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഒരു 40-45 ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അതായത് BP കൂടുന്ന അസുഖം, ഡിസ്ലിപ്പിഡിമിയ, അതായത് കൊളസ്ട്രോൾ കൂടുന്ന, നമ്മുടെ കൂടെ പറയുമ്പോൾ ഫാറ്റി ലിവർ എന്നുള്ള അസുഖം കൂടി പറയാം. അങ്ങനെ ഇതാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദീസ് ആർ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഇപ്പോൾ നമ്മൾ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും അല്ലാത്ത ഓൾ ഓവർ ദ വേൾഡ് ഒരു മോർട്ടാലിറ്റി അല്ലെങ്കിൽ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ മരണം വരുന്ന അവസ്ഥ, മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ മരിക്കുന്നില്ല, കിടപ്പിലാവുന്ന അവസ്ഥ, അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ അസുഖങ്ങളിലാണ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇതെല്ലാം. സോ ഇത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പ്രോഗ്രസ് ചെയ്യാതെ വരുന്നത്. ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ അവര് അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അതിനാണ് ഈ ഏർലി ഡിറ്റക്ഷന്റെ ഐഡിയ വരുന്നത്. ഈ പ്രായം കൂടുന്തോറും വരുന്ന ഒരു കാര്യമാണ് ആർത്രൈറ്റിസ്, സന്ധിവേദന. അപ്പോ അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ എന്തായാലും നമുക്ക് ഒരുപാട് പറ്റത്തില്ല അല്ലേ? അപ്പോ അതൊന്ന് കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനോ എങ്ങനെയാ നമുക്കത് കുറിച്ച്? ഓക്കെ, ഇപ്പോൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പ്രായമായവരിൽ കാണുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് ജോയിന്റുകളുടെ തേയ്മാനം കൊണ്ട് വരുന്ന ആർത്രൈറ്റിസ്. അത് ഈ പറഞ്ഞ പോലെ ഏജിങ് കൂടുന്തോറും നമ്മുടെ ജോയിന്റിന്റെ ബർഡൻ കൂടുന്നു, അതിന്റെ ജോയിന്റ് സ്പേസ് കുറയുന്നു, അതുകൊണ്ട് ആർത്രൈറ്റിസ് വരുന്നതാണ്. യൂഷ്വലി അത് ലാർജ് ജോയിന്റ്സ്, വലിയ ജോയിന്റുകളായ നമ്മുടെ മുട്ട്, ഹിപ്പ്, അങ്ങനത്തെ ജോയിന്റുകളിലാണ് അത് യൂഷ്വലി കാണാറ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പ്രോൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് അങ്ങനെ എക്സ്ട്രാ വർക്ക് ജോയിന്റ് ബർഡൻ ഉള്ള ആളാണെങ്കിൽ, ഫസ്റ്റ് തിങ് ഇസ് ടു വെയിറ്റ് റിഡക്ഷൻ. ഓക്കെ, നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്താണോ ആ വെയിറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. 40s തൊട്ടേ നമ്മളിത് ശ്രദ്ധിച്ചു തുടങ്ങും ആർത്രൈറ്റിസിന്റെ ഒരു. അതെ, അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ഈ പ്രായമായവരിൽ കണ്ടുവരുന്നത്. അല്ലാത്ത തരം ആർത്രൈറ്റിസുകളുണ്ട്. നമ്മുടെ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ലൂപ്പസ് ആർത്രൈറ്റിസ്. അതെല്ലാം ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അതായത് സ്വന്തം പ്രതിരോധ ശേഷി സ്വന്തം ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന അസുഖങ്ങളാണ്. അത് ഈ യങ്ങർ ഏജ് ഗ്രൂപ്പ്സിലാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്, അതിന്റെ കോഴ്സും വേറെയാണ്. അപ്പം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെത് നമ്മൾ പറഞ്ഞത് ഒരു 40+ ഏജിലാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് വെയിറ്റ് റിഡക്ഷൻ ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിക്കോഷൻ. പിന്നെ നമ്മുടെ എക്സസൈസസ്,
അതായത് ഈ ജോയിന്റിനെ അടുത്തുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും ഈ എക്സസൈസുകൾ. പ്രത്യേകതരമുള്ള ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോയാൽ അവർ ഏതാണോ ജോയിന്റ് ബാധിച്ചിട്ടുള്ളത് അവിടെയും ഈ പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ ഒരുപാട് മാറ്റം വരും. ലാർജ് ജോയിന്റ്സിൽ മാത്രമല്ല, ചെറിയ നമ്മുടെ ഈ കൈകളിലെ സ്മോൾ ജോയിന്റ്സിലും ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാം. അതിന് ഇനിയിപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സർജറിയാണ്. ഇപ്പം അതിന്റെ ലാസ്റ്റ് സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ TKR, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, അങ്ങനത്തെ പോലുള്ള സർജറികളാണ് വേണ്ടി വരിക. ഈ പ്രമേഹ രോഗികളിൽ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുത്താലും മെഡിക്കേഷൻസ് എടുത്താലും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്താ പറയാ, കാല് മുറിച്ച് കളഞ്ഞു അല്ലെങ്കിൽ വിരൽ മുറിച്ച് കളയേണ്ട വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് തടയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഡയബറ്റീസിന് ഒരുപാട് തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് ഇഫ് നമ്മളിങ്ങനെ കൺട്രോളിൽ വരാതെ പേഷ്യൻസിന്. അതിലൊന്നാണ് ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് രക്തധമനികളിൽ വരുന്ന പ്രശ്നങ്ങൾ. അത് കാരണം നമ്മുടെ ഡയബറ്റിക് ഫുട്ട് എന്ന് പറയും, അതിന് ഒരു പല പ്രശ്നങ്ങൾ വരാം. ഒരു പക്ഷേ ഗാംഗ്രീനായി അത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. ഓക്കെ, ഇനി അല്ലാത്ത കോംപ്ലിക്കേഷൻസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് വേറെ എവിടെ കിഡ്നിയെ ബാധിക്കാം, വൃക്കറോ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നെർവ്സിനെ, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ തന്നെയാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് 10 years ഓഫ് ഡയബറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഉണ്ടാവുന്ന ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണ് എല്ലാ കോംപ്ലിക്കേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതിപ്പോ ഏതൊരു കോംപ്ലിക്കേഷൻ ആണെങ്കിലും പോലും. ഇനി തുടക്കത്തിൽ തന്നെ ഷുഗർ ഉണ്ട് ഡോക്ടറെ, നമ്മൾ ഇത്രയും ഷുഗറൊക്കെ കട്ട് ചെയ്യണോ, മരുന്നുകളൊക്കെ എടുക്കണമെന്ന് ചോദിക്കുന്നത്, അത് ഈ പറഞ്ഞ പോലെ അതാണ് മെറ്റബോളിക് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ തുടക്കുമ്പം ആണ് ഷുഗർ കൂടുതൽ എടുത്തുന്നുണ്ടെങ്കിൽ ദ കോംപ്ലിക്കേഷൻസ് വിൽ ഹാപ്പൺ ലേറ്റർ. നമ്മളൊരു 10-15 വർഷം ശേഷം ഷുഗർ കട്ട് ചെയ്തു, എല്ലാം എടുത്ത് ഓക്കെ ആയാലും അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാം. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുന്നേ ഒരു OP-യിൽ ഒരു പേഷ്യന്റ് വന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷുഗർ ഉണ്ട്. അപ്പോൾ എന്താ അതിന് ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നും ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്ക് ചായയിൽ മധുരം ഒഴിവാക്കും, അത്രേ ചെയ്യാറുള്ളൂ. ഷുഗർ കൺട്രോൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു 100-300 ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ എത്ര നാളായെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരുപാട് കാലമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ പ്രസക്തി എവിടെ വരുന്നത്? നമ്മൾ നേരത്തെ അത് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അത് വരാൻ പറ്റില്ല. ഈ കോംപ്ലിക്കേഷൻസിനായിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓരോന്നിനും ഓരോ വേറെയാണ്. ഡയബറ്റിക് ഫുഡിനെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഷുഡ് ബി ടേക്കൺ കെയർ ബൈ ഒരു ഫിസിഷ്യൻ വിത്ത് പ്ലാസ്റ്റിക് സർജനോ പോഡിയാട്രിസ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതുണ്ട്. അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ഫുട്വെയർ ഉണ്ട്. അവര് എന്താ പറയാ, ഒരു മുറിവ് വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മെഡിക്കേഷൻസ്, അങ്ങനെ എല്ലാം അതിൻ്റെ ഇടയിൽ വരും. ഇപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ പലപ്പോഴും ഇതിന്റെ ട്രീറ്റ്മെന്റ് മരുന്നുകളാണ് വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പൊ മരുന്നുകൾ എടുക്കാൻ ആൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര ടെൻഷൻ ആവും. ഇൻസുലിൻ എടുക്കാൻ, അയ്യോ അത് ഇൻസുലിൻ ഒന്നും വേണ്ട, നമുക്ക് അല്ലാത്ത മരുന്നുകളിൽ നോക്കാം, അങ്ങനെ മാറുന്നതെങ്കിൽ മതി. കാരണം അത് എനിക്ക് തോന്നുന്നു ഇൻസുലിനോടുള്ളൊരു പേടിയും കൂടി ആയിരിക്കും. അപ്പൊ നമ്മളത് കൗൺസിൽ ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മുടെ എന്താണ് നമ്മുടെ ബാർഗെയിൻ, അല്ലെങ്കിൽ ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ ഷുഗർ ഉണ്ട്, മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവുന്നില്ല, അപ്പൊ ഇൻസുലിൻ വേണം. അപ്പൊ ഇൻസുലിൻ തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് അപ്പം മെയിൻ പ്രശ്നങ്ങൾ ചിലപ്പം ഇൻസുലിന്റെ നീഡിലുള്ള പേടിയായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതിന് വേദന ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ തുടങ്ങി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വലിയ രോഗിയായി അറിയില്ല, മരിക്കാറായില്ല. മെയിൻലി എല്ലാവരും അത് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും എക്സ്ട്രീം ലെവലിൽ എത്തി എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ. അത് ഓരോരുത്തർക്കും ഓരോതായിരിക്കും അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകത ഒരു ട്രീറ്റ്മെന്റിന്റെ. അപ്പൊ ഇൻസുലിൻ വേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ ഒരു ഇൻസുലിൻ എടുക്കുന്ന ഒരു 41 years ആയിട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട് നമുക്ക്, ആൻഡ് ഹി ഈസ് ഡൂയിങ് വെൽ വിത്ത് നോ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ അതില് ഒരു ഭയത്തിൽ നിന്ന് മാറി നിന്ന് അത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ട് ഇൻസുലിൻ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഈ കൊല്ലം 2025 ഇന്ത്യയിൽ ഇപ്പം വരുന്നേ ഉള്ളൂ, ദർ ഇസ് സംതിങ് കോൾഡ് നേസൽ ഇൻസുലിൻ, മൂക്കിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. പുതിയ സ്റ്റഡീസ് ആണ്, ഇന്ത്യയിൽ വരുന്നേ ഉള്ളൂ. കോസ്റ്റ്ലി ആവാം, പക്ഷേ ഈ ഒരു പറയുന്നത് നീഡിലോടുള്ള പേടിയുള്ളവർക്ക് മേ ബി എ ഗുഡ് ഓപ്ഷൻ, വിച്ച് ഇറ്റ് ഇസ് സംതിങ് വിച്ച് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. അത് വന്നിട്ട് അതിന്റെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാനുള്ളൂ.
നമ്മളിപ്പോ ഈ പറഞ്ഞ ആർത്രൈറ്റിസും ഡയബറ്റീസും BP ഒക്കെ പോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് യൂറിനറി പ്രോബ്ലം. ഇത് അതും പ്രായമാവുന്നതോറും കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള മെയിൻ കാരണങ്ങൾ എന്താണ്? ഓക്കെ, അപ്പോൾ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണ് അതിന്റെ കാരണങ്ങൾ. യൂഷ്വലി മെന്നിൽ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് യൂറിനറി പ്രശ്നങ്ങൾ ഉണ്ടാവുക. പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ യൂറിനറി ഫ്രീക്വൻസി, ഇടയ്ക്കിടക്ക് പോയി മൂത്രം ഒഴിക്കാൻ തോന്നുക. യൂറിനറി അർജൻസി, അതായത് നമ്മൾ യൂറിനറി എന്ന് വെച്ചാൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, മൂത്രം ഒഴിക്കണം തോന്നി അപ്പൊ തന്നെ മൂത്രം അറിയാതെ പാസ്സാവുന്നത്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ്. പിന്നെ യൂറിൻ പോകുമ്പോൾ പെയിൻ വരാം, അങ്ങനെ അതാണ് ഒരു ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് എന്ന് പറയും. ഇത് ഏതും വരാം ഒരു യൂറിനറി പ്രശ്നമുള്ള ഒരാൾക്ക്. അപ്പം മെന്നിൽ യൂഷ്വലി അത് പ്രോസ്റ്റേറ്റിന്റെമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പൊ അതിനും ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനൂതനമായിട്ടുള്ള കുറെ ഇന്റർവെൻഷൻസ് ഉണ്ട്. മെഡിസിൻസ് വെച്ച് നോക്കാം, അല്ലെങ്കിൽ സർജറീസ്, ലേസർ സർജറീസ് പോലെ യൂറിയോളജിസ്റ്റിനെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം. സ്ത്രീകളിലാണെങ്കിൽ കുറച്ചും കൂടി വേറെ കാരണങ്ങളാണ്. നമ്മൾ യൂട്രൈൻ പ്രൊലാപ്സ് എന്നൊക്കെ പറയും. യൂട്രസിന്റെ ബലക്ഷയം അതുകൊണ്ട് വരാം. അല്ലാത്ത രീതിയിൽ ഇതേ പറഞ്ഞ പോലെ സിംറ്റംസ് തന്നെ ആയിരിക്കും. അതിന് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. യു വിൽ ഹാവ് ടു ഒരു ഗൈനക്കോളജിസ്റ്റിന്റെയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നേക്കാം. ഇപ്പൊ ഈ അസുഖങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയണം എങ്ങനെയാണ് വരുന്നത് എന്ന്, നമുക്കത് മനസ്സിലാകണം. ഇപ്പൊ ഒരു സിംറ്റം കാണുമ്പോഴാണ് പൊതുവെ നമുക്ക് എന്തോ വരുന്നുണ്ട്, എന്തോ ഒരു അസുഖത്തിന്റെ സ്റ്റാർട്ടിങ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ പൊതുവെ നമ്മൾ പറയാ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നോക്ക്, അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ്, ഇങ്ങനെയാണ് പറയാ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ A to Z എല്ലാ അസുഖങ്ങളും മനസ്സിലാവോ, അതോ പർട്ടിക്കുലർ കുറച്ച് അസുഖങ്ങൾ മാത്രമാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെയാണ് അതിന്റെ കാര്യം? ഓക്കെ, അപ്പം ഇപ്പൊ ഒരു 40-45 ഏജിലുള്ള ഒരാളുടെ കുറിച്ചാണ് ചോദിക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള അവയവങ്ങളെയാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയുണ്ട്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ നമ്മുടെ ലവണങ്ങൾ, സോഡിയം, പൊട്ടാഷ്യം, അതുപോലത്തെ ഇലക്ട്രോലൈറ്റ്സ്, ആ ടെസ്റ്റ്, ഒരു തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനുള്ള ഒരു മെറ്റബോളിക് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്, അതിന്റെ ഫങ്ഷൻസ്. പിന്നെയുള്ളത് ഒരു ECG, ഒരു ചെസ്റ്റ് എക്സ്റേ, ഒരു യൂറിൻ ടെസ്റ്റ്. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഒരു ആവറേജ് ഐഡിയ കിട്ടും നമ്മുടെ ഓർഗൻ ഫങ്ഷൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് വന്നിട്ട് കണ്ടുപിടിക്കണേക്കാളും ഏർലി ഡിറ്റക്ഷൻ അറിയുന്നത് നല്ലത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതല്ലാത്ത ഇതിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന അസുഖങ്ങളാണെങ്കിൽ ഈ ഫുൾ ബോഡി ചെക്കപ്പിനും ഒരു പക്ഷേ അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു സിംറ്റം ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ ഒരാൾ നെഞ്ചുവേദനയായിട്ട് വന്നു, അപ്പം ഡയറക്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു ECG എടുക്കാം, എക്കോ ചെയ്യാം. ECG എക്കോ നോർമൽ ആണെങ്കിലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു TMT എന്ന് പറഞ്ഞൊരു ഇതാണ്. ബെൽറ്റിൽ ഓടിയിട്ട്, അതായത് സ്ട്രെസ് വരുമ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട്, ഡീകമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. അതും നമ്മൾ ചെയ്തു നോർമൽ ആണെങ്കിൽ ഈവൻ ഒരു 100% നോർമൽ ആണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിപ്പം കൊറോണറി ആർട്ടറിന്റെ അസുഖത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ. അപ്പോൾ അതിന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ വീണ്ടും ഒരു ആൻജിയോഗ്രാമിൽ എത്തേണ്ടി വരും. പക്ഷെ നമ്മൾ ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് ഈ എല്ലാം ടെസ്റ്റുകളാണ് ആവശ്യം. ഇപ്പോൾ ഒരു TMT ചെയ്തു എന്നുണ്ടെങ്കിൽ ആ കൊല്ലം ഒരു വർഷത്തിലേക്ക് ഇറ്റ് ഈസ് മോസ്റ്റ് അൺലൈക്ക് അയാൾക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു ടെസ്റ്റാണ്, ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു CT കൊറോണറി ആൻജിയോഗ്രാം. അതായത് ഒരു CT സ്കാൻ എടുക്കുന്ന പോലെയുള്ളൂ. നമുക്ക് രക്തധമനികളിൽ എത്രത്തോളം കാൽഷ്യം ഡെപ്പോസിറ്റ്, ഈ യൂഷ്വലി എങ്ങനെ ഇത് ഹാർട്ട് അറ്റാക്ക് പോലത്തെ ക്ലോട്ട് വരുന്നതെന്ന് വെച്ചാൽ, ആദ്യം രക്തധമനിയിൽ കൊളസ്ട്രോൾ വന്നടിയും, പിന്നെ അതിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് വരുന്ന ക്ലോട്ട് ആവും, എന്നിട്ടാണ് ഈ കാൽഷ്യം, അതായത് ഇത് കാൽസിഫൈ ആയി പോകും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കാൽഷ്യം സ്കോർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാം. അത് എത്ര ഒരു വാല്യൂല് കൂടുതലാണെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു ഹാവ് എൻ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്യുന്നതോറും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത് ചെയ്തതിൽ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് രോഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ കൂടിയാണ് ഇപ്പോ, അല്ലെ? അപ്പോ ഈ
ഈ സിംറ്റംസ് ഇല്ലാത്തവർ പോലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എങ്ങനെ, ഐ മീൻ ഒരു ഏതൊരു ടൈം പീരീഡിൽ എടുക്കണം എന്നാണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ? ഓക്കെ, അപ്പോൾ യൂഷ്വലി സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, വലിയ ബോഡിയിലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഡേ ടു ഡേ ലൈഫ് നോർമലായിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താലേ പിന്നെ വൺസ് എ ഇയർ നമ്മൾ കുഴപ്പങ്ങളൊന്നും അതിന്റെ ഇടയിൽ വന്നില്ല എങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് വൺസ് എ ഇയർ. ഇപ്പൊ അന്നേരം നമ്മൾ ചെക്കപ്പ് ചെയ്തു, അപ്പൊ ഒരു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട വന്നാൽ, എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിലേക്ക് അത് മാറും. അപ്പം അത് വൺസ് ഇൻ 3 months അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ഓരോ അസുഖങ്ങൾക്ക് വേറെ വേറെ ആയിരിക്കും. ഇപ്പം ഒരു ആൾക്ക് ഫാറ്റി ലിവർ പോലത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 months കഴിഞ്ഞ് സ്കാനോ അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നേക്കാം. അത് പക്ഷെ എല്ലാവർക്കും വേണ്ട. ഇപ്പൊ എനിക്ക് ഒരാൾക്ക് ഒരു സിംറ്റമും ഇല്ല, ഈ ചെയ്ത ടെസ്റ്റ് നോർമൽ ആണ്, ഹീസ് 40 years old, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി 1 year ആയിട്ട് വേണ്ടി വരില്ല, വൺസ് ഇൻ 3 years അങ്ങനെയായാലും മതിയാവും. അതുവരെ ഹി ഷുഡ് ബി സിംറ്റം ഫ്രീ, കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുവാണെങ്കിൽ. അപ്പോ അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ്, ഇപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പോ ലാബ് റിസൾട്ട് എടുത്തതിൽ ജസ്റ്റ് ഒരു നോർമൽ അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ ചേഞ്ച് കണ്ടു കഴിയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് കരുതി വിടുന്നവരുണ്ട്. അവിടെ ഡോക്ടറിനെ കാണാതെ ഒരു കൺസൾട്ടേഷൻ എടുക്കാത്തവരുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഒപ്പീനിയൻ, ഡോക്ടറെ കാണണം എന്നുള്ള? അതെ, തീർച്ചയായും. കാരണം വി ഡോണ്ട് ട്രീറ്റ് റിപ്പോർട്ട്സ്, വി ട്രീറ്റ് പേഷ്യൻസ്. കാരണം ഇവര് ലാബില് യൂഷ്വലി എഴുതാറ് ഒരു നോർമൽ വാല്യൂ എഴുതിയിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. അപ്പൊ എല്ലാവരും ഒരു ചെറിയ 0.1 അങ്ങോട്ട് 0.1 ഇങ്ങോട്ട്, അതിപ്പോ ഓരോ കാര്യങ്ങൾക്കും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി ഒരാളുടെ ഡോക്ടറെ കണ്ട് ഏതാണോ അവരുടെ സ്പെഷ്യാലിറ്റിയിൽ കണ്ടിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ്. ഇനിയിപ്പോൾ എല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് യൂറിക് ആസിഡ് ഇതേപോലെ ചുമ്മാ ചെയ്തു, അപ്പോൾ യൂറിക് ആസിഡ് ചെയ്തപ്പോൾ അത് കൂടുതലായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ലാബ് വാല്യൂ 7 ആണെങ്കിൽ അവർക്ക് 8 ഉണ്ട്. അപ്പം അത് ഡസ് നോട്ട് റിക്വയർ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഒരാളുടെ ഡോക്ടറെ അടുത്ത് പോയാൽ ചിലപ്പം അങ്ങനെ, അപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ ഈ ലാബ് റിപ്പോർട്ട് കണ്ടിട്ട് മെഡിസിൻസ് ഇങ്ങനെ കുറെ നാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതും വേണ്ട, നമ്മൾ ഡോക്ടറെ കണ്ട് അതിൻ്റെതായ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മതി. ഈ പ്രായമാകും തോറും ഈ ക്യാൻസറിനുള്ള ചാൻസസ് കൂടുതലാണോ? യെസ്, പ്രായമാകും തോറും എല്ലാവർക്കും ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയുമ്പോൾ നോൺ മോഡിഫയബിൾ റിസ്കിൽ ഒന്നാണ് ഏജ്. അതും പിന്നെ പ്രായമാവും തോറും ആളുകളിൽ ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പം അതും ചില ജീനുകൾ ക്യാൻസറസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു 50 വയസ്സുള്ള ആൾക്ക് ഒരു 80 വയസ്സുള്ള ആൾ നോക്കുമ്പോൾ ഈ 80 വയസ്സുള്ള ആൾക്കാണ് ക്യാൻസർ വരാൻ സാധ്യത. ഇതിന്റെ ഒരു ഈ കൊല്ലത്തെ തീം എന്ന് വെച്ചാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അതായത് ഓരോ ക്യാൻസർ രോഗിയുടെയും സർവൈവറിന്റെയും അതിനോട് വെച്ചാൽ അവർക്കുണ്ടായ എന്താ പറയാ, അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്, അത് യുണീക്ക് ആണ്. അതിനനുസരിച്ച് നമ്മൾ യുണൈറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു തീം. സോ അഗൈൻ ക്യാൻസർ ഇസ് ഇപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ഗ്രോയിങ്. അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പണ്ട് സിനിമകളിൽ കാണുന്ന പോലെ ക്യാൻസർ വന്നാൽ തീർന്നു അങ്ങനത്തെ ഒരു ഇതൊന്നും ഇപ്പൊ ഒരിക്കലും ഇല്ല. ഇപ്പോ സ്ത്രീകളില് സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻ ബി വെരി ഏർലി ഡിറ്റക്റ്റഡ്. ഗൈഡ് ലൈൻസ് പറയുന്നത് വൺസ് ഇൻ എ ഇയർ മാമോഗ്രാം ചെയ്യാന്നുള്ളതാണ്. ആ മാമോഗ്രാം ചെയ്താല് നമുക്ക് യൂഷ്വലി എല്ലാം മനസ്സിലാവും. ഇപ്പോ അഥവാ ആ ഒരു കൊല്ലം മാമോഗ്രാം നെഗറ്റീവ് ആണെങ്കിലും നോട്ട് ദാറ്റ് അൺലൈക്ലി ആവണമെന്നല്ല, പക്ഷെ അതിലും വെരി ഇമ്പോർട്ടന്റ് കാര്യമാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. എല്ലാ സ്ത്രീകളും സ്വയം മാറിടം എങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. അതിൽ മാറ്റങ്ങൾ വന്നാൽ ഡെഫിനറ്റ്ലി ഒരു മാമോഗ്രാമിലേക്ക് പോകാന്നുള്ളത്. പെയിൻലെസ് ആയിട്ടുള്ള മുഴകൾ, അതാണ് ബ്രസ്റ്റ് ക്യാൻസറിനായിട്ടുള്ള ഒരു ഫസ്റ്റ്. അല്ലാതെ എന്താണ് ഷേപ്പ് ചേഞ്ച്, ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ആവാം. അപ്പം ഇത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് വിത്ത് സർജറി ഇൻപുട്ട് വളരെ നമുക്കത് കംപ്ലീറ്റ് ക്യൂറിലേക്ക് വരാം. അതുപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അത് ഇപ്പോ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയാൻ കാര്യം, ഇപ്പോ ചില ആൾക്കാരുടെ എക്സ്പീരിയൻസസ് വളരെ മോശമായിരിക്കും. കാരണം അവർ ഈ ഫാഗ് എൻഡിലായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അവരുടെ ട്രീറ്റ്മെന്റ് വളരെ മോശമായിരിക്കും. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മോശമായിരിക്കും. അപ്പൊ അവര് ഇതൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ഒരാളുടെ ഏർലി ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറ്റ് ക്യാൻ ബി വളരെ വേഗം സർജറി ചെയ്തിട്ട് മാറ്റാം. അതിന് ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്.
അതെ ഈ പറയുന്നത് കൂടെ തന്നെ ഒരു ഇമ്മ്യൂണോതെറാപ്പി എന്നാണ് ഇപ്പൊ പറയാ. യുവർ ഔട്ട് ഫ്രം കീമോ ആൻഡ് യുവർ ഗോയിങ് ടു ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ കോശങ്ങളെ അതിന് ബൂസ്റ്റ് ചെയ്തിട്ട് ഈ സ്പെസിഫിക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മമത മോഹൻദാസ് ഹാസ് ടേക്കൺ ഇമ്മ്യൂണോതെറാപ്പി. ഷീ ഹാഡ് വെരി ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ അത് ഏത് ഏജിനും ഈ പറഞ്ഞ പോലെ US പ്രസിഡന്റ് ഒരു ജിമ്മി കാർട്ടർ, ഹി ഹാഡ് ക്യാൻസർ അറ്റ് 90 years of age. അതായത് ഒരു മലിഗ്നന്റ് മെലനോമ എന്ന് പറയും, സ്കിൻ ക്യാൻസർ ആണ്. അത് കണ്ടെത്തിയപ്പോഴത്തേക്കും സ്പ്രെഡ് ആയിരുന്നു, ലിവറിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ സ്പ്രെഡ് ആയിരുന്നു. അപ്പോൾ അന്ന് വാട്ട് ഹി ഡിഡ് വാസ്, ഈ ഒരു ഏജിൽ എല്ലാവരും പറഞ്ഞു ഇനിയൊന്നും ചെയ്യണ്ട, നമുക്ക് ഇരിക്കാം. പക്ഷേ ഹി ടുക്ക് ഇമ്മ്യൂണോതെറാപ്പി, പെംബ്രോളിസുമാബ് എന്നാണ് അതിന്റെ പേര്. അതെടുത്തിട്ട് വിത്തിൻ ഒരു 6 months ഹി വാസ് ഡിക്ലെയർഡ് ക്യാൻസർ ഫ്രീ. അപ്പോൾ അതായത് സ്പ്രെഡ് ഉള്ള ഒരു ക്യാൻസറിനും ഇപ്പം ട്രീറ്റ്മെന്റ് ഉണ്ട് ഇങ്ങനത്തെ. അതെല്ലാം ഇറ്റ് ഈസ് ട്രീറ്റ്മെന്റ് റെസ്പോൺസീവ്. എന്നിട്ട് ഹി ലിവ്ഡ് 10 years കൂടി ജീവിച്ചു. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഐ തിങ്ക് ഹി പാസ്ഡ് അവേ. അതും ക്യാൻസറുമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ആയിട്ടില്ല, അല്ലാതെ എന്തോ ഒരു ഡെത്ത് ആണ്. ഇപ്പോ ഏജ് കൂടുന്തോറുമാണ് ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഇന്ത്യയിൽ the biggest risk factors for a cancer is alcohol and tobacco. ഓക്കേ. എല്ലാ ക്യാൻസറുകളിലും അതാണ് മെയിൻ ആയിട്ട്. പിന്നെയുള്ളത് ഇൻഫെക്ഷൻസ് കാരണം വരാം, വൈറൽ ഇൻഫെക്ഷൻസ്. അത് EBV, ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസറിന്റെ ഒരുപാട് ഇൻസിഡൻസ് കുറയാൻ കാരണം സെർവൈക്കൽ ക്യാൻസറിനെതിരെ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് എടുക്കുന്ന ഒരു വാക്സിനേഷൻ ആണ്. അത് വാക്സിനേഷൻ വന്നതോടുകൂടി ലോട്ട് ഓഫ് സെർവൈക്കൽ ക്യാൻസർ ഹാസ് കം ഡൗൺ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിന്റെ ചെറിയ നമുക്ക് ആദ്യം തന്നെ ഒരു ഇത് കണ്ടെത്താൻ പറ്റിയാൽ ഹി മേ ഔട്ട്ലിവ് ഓൾ ഓഫ് us. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു നോർമൽ രീതിയിലേക്ക് തന്നെ ആൾക്ക് തിരിച്ചു പോകാം. ഇപ്പൊ നമ്മുടെ പല പ്രായമാകുമ്പോൾ രോഗങ്ങൾക്ക് നമ്മൾ ലാബ് ടെസ്റ്റും മുൻകൂട്ടി ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ അറിയുന്ന പോലെ ഇപ്പോൾ എന്തിനും സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ക്യാൻസറിന് അറിയാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുമോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇല്ല. ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്, അതും ഓരോ ട്യൂമറിന് സ്പെസിഫിക് ആയിട്ടുള്ള. ഇപ്പോൾ ഈ ലങ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, അതൊക്കെ വളരെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ആരും ഒരു നോർമൽ ആൾക്കാർക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ബോഡി പെറ്റ് സ്കാൻ ആണ്. അത് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ് അതിൽ നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലൈറ്റ് അപ്പ് ഇൻ ദ സ്കാൻ എവിടെയെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ. അതും നമ്മൾ സ്ക്രീനിങ് ആയിട്ട് അധികം ഒന്നും ഉപയോഗിക്കാറില്ല. പ്ലസ് അതിന് ഇപ്പൊ ഒരു 2-3 months കഴിഞ്ഞാൽ പുതിയൊരു അസുഖം വരാം, അത് നോർമൽ ആണെങ്കിലും. സോ അഗൈൻ അത് നമ്മൾ അങ്ങനെ യൂഷ്വലി ചെയ്യാറില്ല. എന്തെങ്കിലും അസുഖമുള്ള ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അല്ലാതെ നമ്മുടെ നാട്ടിൽ കുറെ നോർമലായിട്ട് കാണുന്നതാണ് മലാശയ ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ. അതും ഇറ്റ് ഈസ് ഓൾസോ ആക്ച്വലി 1/3 ഓഫ് ദ ക്യാൻസേഴ്സ് ഇസ് ലൈഫ് സ്റ്റൈൽ. മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ അതിലും ഈ ആൽക്കഹോൾ, ടൊബാക്കോ ആണ് നമ്പർ 1 ആയിട്ട് വരുന്നത്. എനി ക്യാൻസർ നമ്മൾ വിചാരിക്കുക ലങ് മാത്രമാണ്, അല്ല, എല്ലാം അങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫുഡിന്റെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ട് കോളോറെക്ടൽ ക്യാൻസർ കുറയ്ക്കാന്നുള്ള ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഈ നാര്, ഫൈബർ കണ്ടന്റ് കൂടിയുള്ള ഫുഡ് കഴിക്കുന്നതിൽ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി റെഡ് മീറ്റ് ഒഴിവാക്കുന്നതില്, അങ്ങനത്തെ ഇപ്പൊ ഈ മലയാളിയുടെ പൊറോട്ടയും ബീഫൊക്കെ ഡെയിലി കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരാൾക്കാണ് കൂടുതൽ റിസ്ക് എന്നുള്ളത് നമുക്ക് സ്റ്റഡീസ് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ കൊളോണോസ്കോപ്പി, അതായത് മലദ്വാരത്തിൽ കൂടെ ചെയ്യുന്ന ട്യൂബ് ടെസ്റ്റ്, അത് സ്ക്രീനിങ് ആയിട്ട് ചെയ്യും അതായത് എവറി ഇയർ അല്ലെങ്കിൽ എവറി 6 months എന്നൊക്കെ പുറത്തെ രാജ്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് അതിന്റെ റിസോഴ്സും ഇല്ല, അതിന്റെ കോസ്റ്റ് പരിമിതികൾ കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പൊ ഒരാളുടെ മലം കറുത്ത് പോവാണ് അല്ലെങ്കിൽ ബ്ലീഡിങ് വരെയാണ് ഇൻ ആൻ എൽഡർലി, ഒരു ഏജ് കൂടിയ ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഷുഡ് ഗോ ഫോർ കൊളോണോസ്കോപ്പി, അങ്ങനത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ് നല്ലത്. ഇപ്പൊ നമ്മള് ഈ പ്രഷറിനും എന്താ പറയാ ഷുഗറിനും എല്ലാം ഈ കണ്ടിന്യൂസ് ഈ മെഡിസിൻസ് എടുക്കുമ്പോൾ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ചെറിയ വേദനയ്ക്ക് പോലും നമ്മളിപ്പോൾ ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. ഇങ്ങനെ കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുമ്പോൾ അത് നമ്മൾ പറയാറുണ്ട് കിഡ്നി അടിച്ചു പോവും, കിഡ്നിനെ അത് അഫക്റ്റ് ചെയ്യും എന്ന് നോർമലി നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അതുമായിട്ടൊരു റിലേഷൻ
ഈ കണ്ടിന്യൂസ് മെഡിക്കേഷനും കിഡ്നിയും അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ, അതായത് നമ്മുടെ വേസ്റ്റ് പ്രൊഡക്ട്സ് പുറന്തള്ളുന്നത് മെയിനായിട്ട് 2 ഓർഗൻസ് ആണ്. ഒന്ന് കിഡ്നീസ്, ഒന്ന് ലിവറുമാണ്. ലിവർ. അപ്പം അധികവും മെഡിസിൻസ് കിഡ്നി വഴിയാണ്, മൂത്രം വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആൾക്ക്, അതായത് വേറെ വലിയ കുഴപ്പങ്ങളില്ല, അയാൾക്ക് കിഡ്നി നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മൂത്രം നോർമലായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ ഒരാൾക്ക് ആ എന്താ മെഡിസിൻ ആണോ കഴിക്കുന്നത് അത് ബോഡി എക്സ്ക്രീറ്റ് ചെയ്യും. അത് ബോഡിയുടെ നോർമൽ ഫംഗ്ഷൻ. അന്ന് കരുതി നമ്മൾ പെയിന്റ് മെഡിസിൻസ് ഒഴിവാക്കണം എന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ OP-യിലൊക്കെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്, ഡോക്ടറെ ഭയങ്കര വേദനയാ പക്ഷെ ഒന്നും കഴിക്കില്ല, ഞങ്ങൾ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ അത് ശരിക്കും ഒരു മിത്താണ്. കാരണം ബോഡിയുടെ ഫംഗ്ഷൻ അത് ചെയ്യും. നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് കിഡ്നി, കാരണം ഇത്രയും വേദന സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഈ മെഡിസിൻസ് ഇസ് ടു നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മെഡിസിൻ കഴിച്ചാൽ കിഡ്നി അതിൻ്റെ ഇത് ചെയ്തോളും. ഇനി ഒരാൾക്ക് കിഡ്നി അസുഖം ഉണ്ട്, അപ്പം ഈ മെഡിസിൻസ് എടുക്കാവോ എന്ന് ചോദിച്ചാൽ ഇൻ മോഡറേഷൻ. നമ്മൾ നേരത്തെ പോലത്തെ ഡോസിൽ കൊടുക്കില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് പറ്റിയ മരുന്ന് മാറ്റി കൊടുക്കും. ഒരു കിഡ്നിയുടെ അസുഖം കിഡ്നിനെ ബാധിക്കാത്ത എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന, ഇപ്പോൾ ഈ ഹൈപ്പർ ടെൻഷന് നമ്മൾ ചില ഈ കിഡ്നി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സിനെ കാണുന്നതിനുള്ള ഒരു പ്രസക്തി. അപ്പൊ ഒരാൾക്ക് ലിവറിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ സ്യൂട്ടബിൾ മെഡിസിൻ ഫോർ ദാറ്റ് പേഴ്സൺ അത് നമ്മൾ നോക്കിയിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്നിട്ട് മരുന്ന് ഇത് വേദനയുടെ മെഡിസിൻ എഴുതുമ്പോഴും അവരോട് പറയും, നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയണം ഇങ്ങനെ അസുഖമുണ്ട്, അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള മെഡിസിൻ തരും എന്ന് കരുതി നമ്മൾ വേദന ഒരിക്കലും സഹിച്ചിരിക്കണ്ട. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് വിച്ച് ക്യാൻ വർക്ക് ഇതല്ലാതെയും. കിഡ്നിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലും ഇത് ചെയ്യുന്നത്. ഈ പ്രായമാവും തോറും നമ്മുടെ ഡയറ്റ് പ്ലാനും അതനുസരിച്ച് മാറുമല്ലോ. പലർക്കും പല ഫുഡും കഴിക്കാൻ പറ്റുന്നതും പറ്റാതെ വരികയും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസും അങ്ങനെ ആ ഒരു ഡയറ്റ് പ്ലാന്റെ രീതി എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നമ്മള് പ്രായമാകും തോറും എല്ലാവരും ഒരു സൂപ്പർ ഡയറ്റിന്റെ പുറകെയാണ്. എങ്ങനെയെങ്കിലും നല്ലൊരു ഡയറ്റ് കണ്ടുപിടിക്കണം, അപ്പൊ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു പ്രത്യേക ഫുഡ് കഴിച്ചാൽ അത് ബെറ്റർ ആവണം. അങ്ങനെ ഇപ്പൊ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. യൂഷ്വലി എല്ലാവരും ഡയബറ്റിസ് ഡയറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡയറ്റ്, അങ്ങനെ അപ്പൊ എല്ലാം കൂടി കൂട്ടിയൊരു ഡയറ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ. അപ്പം കഴിഞ്ഞ 2 കൊല്ലത്തിലുള്ള സ്റ്റഡീസിൽ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ സീന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നൊരു ഡയറ്റ് ഉണ്ട്. അതാണ് ഒരു ഒപ്റ്റിമൽ ഡയറ്റ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ 2 കൊല്ലത്തായിട്ടുള്ള ഒരു സ്റ്റഡീസ് കാണിക്കുന്നത്. അത് എന്താന്ന് ചോദിച്ചാൽ അവര് മിനിമൽ കാർബ്സ് ആണ്, പ്രോട്ടീൻസ് ആണ് കൂടുതൽ, അതും ഹോൾ നട്ട്സ്, അതായത് തോടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ, അതാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞത് ഫിഷ് ആണ് അവരുടെ ഡെയിലി കഴിക്കുന്നത്. ഓയിൽ ഈസ് ഓൾവേസ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ നമുക്കൊരു പക്ഷേ കോസ്റ്റിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ വൈറ്റ് മീറ്റ്, അതായത് ചിക്കൻ, ടർക്കി പോലത്തെ പോൾട്രി, അങ്ങനത്തെ വൈറ്റ് മീറ്റ് എല്ലാം ആഴ്ചയിൽ 2 തവണ അങ്ങനെ, അല്ലെങ്കിൽ ആൻഡ് റെഡ് മീറ്റ് ഇസ് കംപ്ലീറ്റ്ലി അവോയ്ഡഡ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, അങ്ങനത്തെ പോർക്ക് പോലത്തെ എല്ലാം അവോയ്ഡഡ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ അസുഖങ്ങളുടെ ഇൻസിഡൻസ് വളരെ കുറവാണ് ഈ പ്രത്യേകതരം ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു അസുഖം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഈ ഒരു ഡയറ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. പിന്നെ ഓരോരുത്തരുടെയും നീഡും ഇതും വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഡയബറ്റീസിന് ഡയറ്റ് എന്ന് പറയുന്നത് സ്മോൾ ഫ്രീക്വന്റ് ഡയറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. ചെറിയ ഡയറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്മോൾ ഗ്യാപ്സിൽ എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ അസുഖങ്ങൾക്കും വേറെ വേറെയാണ്. ഇപ്പം ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി 1 gram per kg. ഇപ്പൊ ഞാൻ 60 kg ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു 60 gram പ്രോട്ടീൻ എനിക്ക് എന്റെ ഡയറ്റിൽ നിന്ന് കിട്ടിയിരിക്കണം. അത് 60 gram കിട്ടണമെങ്കിൽ ഐ ഷുഡ് ഈറ്റ് ഒരു 400 gram എങ്കിലും പ്രോട്ടീൻ കഴിക്കണം. എന്നാലാണ് ഒരു 60 gram അബ്സോർബ് ചെയ്യുക ബോഡിയിൽ. ഇപ്പൊ ഞാനൊരു ഒരു ട്രെയിനറാണ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ജിമ്മിൽ പോകുന്ന, ബോഡി ബിൽഡിങ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളാണെങ്കിൽ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് പ്രോട്ടീൻ പൗഡർ എടുത്താൽ കുഴപ്പമാണോ, ഈ പറഞ്ഞ പോലെ കിഡ്നി അടിച്ചു പോകും, അതിന്റെ പ്രശ്നം. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ റിക്വയർമെന്റ് ഡബിൾ ആവും. ഷുഡ് ബി ടേക്കിംഗ് 2 gram per day. നേരത്തെ ഉള്ള 60 kg ഉള്ള ഒരാള് 60 gram ആണ് എടുക്കുന്നെങ്കിൽ ഇപ്പൊ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന, ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാള് 120 gram എടുക്കണം.
ആൻഡ് അത് അത്രേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ഡെയിലി 3 നേരം പ്രോട്ടീൻ ഷേക്ക് അങ്ങനെയല്ല. ഈ 120 ഗ്രാമിൽ കൂടുതൽ പോയാൽ വീണ്ടും അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോനിയോജനിസിസ് ചെയ്തിട്ട് വീണ്ടും അത് ഷുഗർ ഫാറ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. വാട്ട് എവർ യു ട്രൈയിങ് അത് നടക്കില്ല. അങ്ങനെ ഇനിയിപ്പോ വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെ കാര്യം നമുക്ക് ഇങ്ങനെ ഇപ്പോ ഡയറ്റ് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ പലരും ഇങ്ങനെ നോക്കാറുണ്ട്. സപ്ലിമെന്റ്സ് ഒക്കെ എനിക്ക് എടുക്കാവോ? ചിലവർ ചോദിച്ചിട്ട് എടുക്കും, ചിലവർ ചോദിക്കാതെ എടുക്കും. അതെങ്ങനെയാണ് അതിന്റെ കാര്യം? യൂഷ്വലി നമ്മുടെ ഏജ് കൂടുന്തോറും വൈറ്റമിൻ സപ്ലിമെന്റ്സ് അങ്ങനെ വേണമെന്നില്ല. ഇഫ് യു ആർ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും വിച്ച് എവർ ക്വിസീൻ യു ഫോളോ, ഒരു പ്ലേറ്റില് ഹാഫ് ഓഫ് ഇറ്റ് ഷുഡ് ബി പ്രോട്ടീൻ, 1/4 പ്രോട്ടീൻ പ്ലസ് ഫൈബേഴ്സ്, ബാക്കി 1/4 ഒരു കാർബ്സ്, പിന്നെ ഒരു ടോളറേറ്റഡ് ഫാറ്റ്സും അങ്ങനെ ആയിരിക്കണം. അതാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ മാക്സിമം അതിലേക്കാണ് ശ്രമിക്കുന്നത്. പിന്നെ അഡിക്വേറ്റ് വാട്ടർ, ഒരാളുടെ ഫ്ലൂയിഡ് ഇൻടേക്ക്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരാൾക്ക് നോർമലായിട്ട് അയാൾ ഫുഡ് കഴിക്കുന്നു, നോർമലായിട്ടുള്ള അബ്സോർപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല, അൺലെസ് യു ഫൈൻഡ് എ ഡെഫിഷ്യൻസി. അല്ല, പൊതുവെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലാണ് മെയിൻലി എടുക്കുന്നത്. ഓക്കെ, അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോമൺ ആണ്, ഇപ്പൊ ഒരുപാട് പേർക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ട്രീറ്റ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണോ അതും ഇതേ പറഞ്ഞ പോലെ ഓവർഡോസ് ഇല്ലാതെ ഒരാളുടെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ കുറെ ആൾക്കാർ വൈറ്റമിൻ ബി കോംപ്ലക്സ് എടുക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ ഒരാൾ നോർമൽ ആയിട്ടുള്ള ഫുഡും കഴിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇതുണ്ടെങ്കിലും. പ്രായമാവുന്നവരില് ഈ ഓർമ്മപ്പിശക് സാധാരണമാണോ? അത് കൂടുന്നതും കാര്യങ്ങളൊക്കെ, അതുപോലെ ഒരു ഡോക്ടറിനെ കാണേണ്ടതും അത് അത്യാവശ്യമാണോ? ഓക്കെ, അപ്പോൾ ഈ പ്രായമായവരില് ഈ മെന്റൽ കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയും. അതായത് മെന്റൽ ആയിട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളും ഡിക്ലൈൻ ചെയ്യാം, അത് കുറയാം. കാരണം നമ്മുടെ ബ്രെയിൻ സെൽസിന്റെ അട്രോഫി വരാൻ സാധ്യതയുണ്ട്. അതായത് അതിന്റെ സെൽസ് കുറഞ്ഞ നമ്പർ കുറഞ്ഞ് അതിന്റെ ഫംഗ്ഷൻ കുറഞ്ഞ് വരാം പ്രായമാവും തോറും. എല്ലാ ഓർമ്മക്കുറവും ഒരു പക്ഷേ ഇതിന്റെ കാരണമായിരിക്കില്ല. ഇപ്പൊ പലതരം ഓർമ്മക്കുറവുണ്ട്. ഇപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പം മെനി ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ. അതിലെ ഡിമെൻഷ്യയിൽ ഒരു ടൈപ്പാണ് ഈ അൽസൈമേഴ്സ് നമ്മൾ പറയുന്ന സാധാരണ ഓർമ്മക്കുറവുള്ള അസുഖം. പിന്നെ അല്ലാതെ എന്താ പറയാ, വാസ്കുലർ ഡിമെൻഷ്യ, അതായത് സ്ട്രോക്ക് വന്ന ആൾക്ക് ഡിമെൻഷ്യ വരാം. അതെന്ന് വെച്ചാൽ അവിടുത്തെ ബ്ലഡ് സപ്ലൈ കുറയുന്നതുകൊണ്ടുള്ള ഡിമെൻഷ്യ. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവർക്ക് ഡിമെൻഷ്യ വരാം. പിന്നെ അല്ലാതെ കുറച്ച് അൺകോമൺ ആയിട്ടുള്ള കാരണങ്ങളും വരാം. അപ്പം എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഓർമ്മക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും പേഷ്യന്റിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് പേഷ്യന്റിന് അതൊരു ദേഷ്യമായിരിക്കും, എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നൊന്നും ഇപ്പൊ നമ്മളാരെങ്കിലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം. ഇപ്പോ ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാതെ എനിക്ക്. അപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഒന്നെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ ഒന്ന് കാണിച്ചാൽ ഒരു മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ അപ്പൊ നമ്മുടെ മെമ്മറിനെ അടക്കാനുള്ള ചോദ്യം. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ, അത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇന്നലെ ഇട്ട ഷർട്ടിന്റെ കളർ ഓർമ്മയുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്നിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെമ്മറി, കോൺസെൻട്രേഷൻ, അങ്ങനത്തെ. പിന്നെ ചെറുതായിട്ടുള്ള കണക്കുകൾ പറയാം. ഇപ്പോ 100 - 7 എത്രയാണെന്ന് ചോദിക്കും. എന്നിട്ട് അങ്ങനെ -7 അങ്ങനെ. അപ്പം ഒരു നോർമൽ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഉള്ളവർക്ക് അത് പറയാൻ സാധിക്കും. എത്ര പെട്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു കളറ് കാണിക്കുന്നു, ആ കളറ് കാണിച്ചിട്ട് കുറച്ച് ശേഷം അത് മാറ്റി വെക്കുന്നു. ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് 2-3 ചോദ്യങ്ങൾക്ക് ശേഷം വീണ്ടും ചോദിക്കും, ആ കളർ എന്തായിരുന്നു? അപ്പം വീണ്ടും നമുക്ക് അങ്ങനെ അതിനൊരു സ്കോർ ഉണ്ടാവും. MMSE കഴിയുമ്പോൾ ആ സ്കോർ കുറവുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ യു ക്യാൻ ഡിറ്റക്ട് അങ്ങനെയാണ് ഈ ഡിമെൻഷ്യ ഉണ്ടാവാൻ. ഇനി ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഡിമെൻഷ്യ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ MRI സ്കാൻ അതൊക്കെയുള്ള ചില ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം, എന്താണെന്നുള്ളത് ടെസ്റ്റ് നോക്കാൻ വേണ്ടി. അൽസൈമേഴ്സ് പോലത്തെ ഡിസീസ് ആണെങ്കിലും അതിനിപ്പോ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ യു കനോട്ട് ക്യൂർ, പക്ഷെ അതിന്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ നമ്മൾ ട്രൈങ് ടു കൺട്രോൾ. അങ്ങനത്തെ ഇതും കൂടി നമുക്ക് സാധ്യമാണ്. അനീമിയ ഇപ്പോ വളരെ കോമൺ ആണ് അല്ലേ? അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്?
ഓക്കെ, അപ്പം ബ്ലഡ് കൗണ്ട്സ് നോക്കുമ്പോൾ കാര്യമായിട്ട് 3 ഇതാണ് അണുക്കളാണ് ബ്ലഡിലുള്ളത്. ഒന്ന് ഹീമോഗ്ലോബിൻ, അതിന്റെ കുറവിനാണ് അനീമിയ എന്ന് പറയുന്നത്. പിന്നെ ശ്വേതരക്താണുക്കൾ, വൈറ്റ് സെൽസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമുള്ള. ഇതിൽ ഏത് കൗണ്ടുകളും കുറയാം. പക്ഷെ പ്രായമാകും തോറും ഒരാളുടെ കൗണ്ടുകൾ കുറയില്ല. കാരണം ഇപ്പൊ ഒരു ഹീമോഗ്ലോബിൻ ഒരാളുടെ 9 ആയി 8 ആയി എന്നുണ്ടെങ്കിൽ അത് പ്രായമായത് കൊണ്ട് അങ്ങനെ കുറയില്ല. ബോൺ മാരോ എന്നാണ്, നമ്മുടെ മജ്ജയിൽ നിന്നാണ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത്. അത് അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ നോർമൽ ആണെങ്കിൽ ഒരിക്കലും ബ്ലഡ് കുറയേണ്ട കാര്യമില്ല. അപ്പൊ ഇറ്റ് ഈസ് ഓൾവേസ് പാത്തോളജിക്കൽ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ അനീമിയ വരെ. യൂഷ്വലി നമ്മള് ലേഡീസിന് പറയുക അയൺ ഡെഫിഷ്യൻസി അനീമിയ കാരണമായിരിക്കുന്നതാണ്. അത് നമ്മൾ ലേഡീസിന് പീരിയഡ്സ് കാരണം ബ്ലഡ് ലോസ് ഉണ്ടാവുന്നു, അത് കാരണം അയണും നഷ്ടപ്പെടുന്നു, അങ്ങനെ അനീമിയ വരുന്നു. കാരണം അനീമിയ ക്യാൻ ബി ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കുറവാണ്, അല്ലെങ്കിൽ ലോസ് കൂടുതലാണ്. അങ്ങനെയാണ് അനീമിയ വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ കോസ് അറിയാതെ വെറുതെ അയൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും കോസ്. അപ്പൊ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് കണ്ടെത്തിയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഒരിക്കലും പ്രായം കൂടുന്തോറും അനീമിയ ഉണ്ടാവും എന്നുള്ളത് ഒരു തെറ്റാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഈ 40s കഴിഞ്ഞ ഒരു ആൾക്കാരിലോട്ട് സാറിന് കൊടുക്കാനുള്ള ഒരു തോട്ട് എങ്ങനെയാണ്? അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിത ഓരോ മാറ്റങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇതിലോട്ട് സാറിന് കൊടുക്കാനുള്ള ഒരു ചെറിയ മെസ്സേജ് അതെങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം നമ്മൾ കൈൻഡ് ഓഫ് കണക്റ്റഡ് ടു ലൈഫ് സ്റ്റൈലാണ്. എല്ലാം തിരിച്ചെത്തുന്നത് അതിലേക്ക് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചു. എന്താണ് ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് തീർച്ചയായും കട്ട് ചെയ്യുക. പിന്നെ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ യൂഷ്വലി NHS, അതായത് ഇംഗ്ലണ്ടിന്റെ ഒരു സ്റ്റഡീസിൽ പറയുന്നത് അവർ 14 യൂണിറ്റ്സ് ഓഫ് ആൽക്കഹോൾ ഇൻ എ വീക്ക് അതുവരെ അലൗഡ് ആണെന്നാണ്. അത് 14 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ബെവറേജിന്റെയും ആൽക്കഹോൾ കണ്ടന്റ് വ്യത്യാസം വരും. അത് ഏതാണോ നിങ്ങൾ കഴിക്കുന്നത് അതിന്റെ 14 യൂണിറ്റ്സ് മാത്രം. പക്ഷേ സ്മോക്കിംഗ് ഇസ് ഡെഫിനറ്റ്ലി നോ. അത് സിസേഷൻ ആണ് എല്ലായ്പ്പോഴും വേണ്ടത്. പിന്നെയുള്ളതൊരു എക്സസൈസ് ആണ്. എക്സസൈസ്, വ്യായാമം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് അസുഖത്തിന്റെ കാര്യമാണെങ്കിലും എക്സസൈസ്, ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ റെക്കമെൻഡേഷൻ ഇസ് മിനിമം 20 to 30 minutes ഇൻ എ ഡേ. ഒരു ദിവസം 20 തൊട്ട് 30 മണിക്കൂർ. അത് ആസ് ലോ ആസ് ബ്രിസ്ക് വാക്കിംഗ് ആയാലും മതി. വെയിറ്റ് ട്രെയിനിങ് ആയിട്ട് ചെയ്തില്ലെങ്കിലും ബ്രിസ്ക് വാക്കിംഗ് എങ്കിലും 20 to 30 minutes, അല്ലെങ്കിൽ 140 minutes to 150 minutes ഇൻ എ വീക്ക്. ഒരു ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കുറച്ചും കൂടി അത് ആ വീക്കിലേക്കുള്ളത് എത്തിക്കുക. അത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എക്സസൈസസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഉറക്കത്തിന്റെ കാര്യമാണ്. നമ്മൾ സംസാരിച്ചതിൽ സ്ലീപ്പ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റെസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പം ഷട്ട് ഡൗൺ ആയി പോകാനുള്ളൊരു ഇതായിരിക്കും. കാരണം നമ്മൾ എല്ലാ ഫങ്ഷൻസും സ്ലീപ്പിനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ 40+ ആണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും 6 to 8 hours ഓഫ് ഗുഡ് കണ്ടിന്യൂസ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലർക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ചിലപ്പോൾ സ്ലീപ്പ് കോംപ്രമൈസ് ആവാറുണ്ട്. ഇതേപോലെ സ്ട്രെസ് മാനേജ്മെന്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ സ്ട്രെസ് വലിയൊരു ഫാക്ടറാണ് അതിൽ. അപ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള ഓരോരുത്തരുടെയും ഓരോ ഇതായിരിക്കും. എങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ഹാവിങ് എ ഗുഡ് സൗണ്ട് സ്ലീപ്പ്. സ്ലീപ്പിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉറങ്ങുന്ന ആള് നിങ്ങളോട് പറയാണ് സ്നോറിങ് ഒരുപാട് കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യരുത്, അത് നെഗ്ലക്ട് ചെയ്യരുത്. ഇറ്റ് കുഡ് ബി സംതിങ് ലൈക്ക് OSA എന്ന് പറയുന്നത്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അത് ഈ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു അസുഖമായിരിക്കും. കാരണം നമ്മൾ അധികം ആളും അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല. സ്നോർ ചെയ്യുന്നുണ്ട്, പണ്ടേ സ്നോർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഡേ ടൈം സോംനോലെസൻസ്, അതായത് പകല് ഉറക്കം വരുന്നു. കാരണം രാത്രിയിലെ ഉറക്കം ഈ അപ്നിയ, കാരണം ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉറങ്ങും, കുറച്ചു നേരം ഉറങ്ങും, ശേഷം എന്താണ് ഒരു അപ്നിയ പോലെ, അതായത് ശ്വാസം മുട്ടി എന്ന് പറഞ്ഞിട്ട് എണീക്കും. അപ്പം ചിലപ്പോൾ പേഷ്യന്റിന് അതൊരു നോർമായിട്ടുണ്ടാവും, അത് ഒരു ഓക്കെ ആയിട്ടുണ്ടാവും, ഇങ്ങനെ പെട്ടെന്ന് എണീക്കുന്നു. അപ്പൊ വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഉറങ്ങുന്നു, അങ്ങനെ എണീക്കും. അതാണ് അപ്നിയ എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. അത് അപ്പൊ ഈ നമ്മള് കാണാറുണ്ട് പല ജോബ് റിലേറ്റഡ് ആയിട്ടാണല്ലോ പലരും രാത്രി ഉറങ്ങാതെ പകലുറങ്ങി അങ്ങനെ ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോ അവരെയും അങ്ങനെ ബാധിക്കുന്ന വെച്ചാൽ നമുക്ക് ബയോളജിക്കൽ ഒരു ക്ലോക്ക് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് യൂഷ്വലി നൈറ്റിൽ ഉറങ്ങണം,
ആരോഗ്യത്തിൽ ജീവിക്കണം എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ കുറേ ഹോർമോൺസും അതിനനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം റിവേഴ്സ് ആവും. ഇപ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, അത് രാവിലെ 8 മണിക്കാണ് അതിൻ്റെ പീക്ക്. നമ്മുടെ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെല്ലാം കൂടുതലാണ്. അപ്പം അത് ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇത് കുറയും, ഇത് വരുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളവർക്ക് ചിലപ്പം വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഈവൻ ദെൻ അപ്പോഴും ഈ ഒരു 6 to 8 hours ഉള്ളത് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. OSA ഞാൻ പറയാൻ കാര്യം, അത് ഡിറ്റക്ട് ചെയ്താൽ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ഹോളിസോംനോഗ്രാഫി എന്ന് പറയും. അത് ചെയ്ത് OSA ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്താൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. CPAP എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്, നമ്മളെ ഒരു പ്രഷർ മാസ്ക് ആണ്. അത് വെച്ചാൽ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. നമുക്ക് ഈ OSA ഉള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അല്ലാതെ ഈ പറഞ്ഞ പോലെ ക്ഷീണം, സെക്ഷുവൽ പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതെല്ലാം വിൽ ഗെറ്റ് ബെറ്റർ ഇഫ് യു ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാതിരുന്നാൽ. അപ്പം സ്ലീപ്പ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇഫ് വി കൺക്ലൂഡ്. പ്രായമായവരിൽ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സാറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ച് സാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാറിന് ഒരുപാട് താങ്ക്സ്.